അതുപോലെ തന്നെ അബദ്ധം പറയുമ്പോഴും അതിനെ തിരുത്തുവാനായി ഗുരു ഇതുപോലുള്ള ചില പരാമർശങ്ങൾ നടത്തും. ആ അബദ്ധത്തിൽ നിന്നവരെ ഉണർത്തുന്നതിനായി അത് പ്രയോജനപ്പെടുകയും ചെയ്യും. സമുദായം എന്നത് ഒരു പ്രത്യേക വർഗത്തിൽ മാത്രം ഉൾപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയല്ല. ഫലത്തിൽ അത് അങ്ങനെ ആയിരിക്കുന്നുവെങ്കിലും ഇവിടെ നമ്മളൊന്ന് ഓർക്കണം, ഗുരു സത്യദർശിയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സത്യദർശി എന്ന് പറയുമ്പോൾ സത്യത്തെ ദർശിച്ചവനെന്നാണ്. നോക്കൂ, ആഹാരം ദർശിച്ചവൻ അവനത് കഴിക്കുമ്പോഴല്ലേ, സംശീകരിക്കുമ്പോഴല്ലേ അതിൻ്റെ ഫലം ലഭിക്കൂ. ഗുരു സത്യദർശിയല്ല, പിന്നെയോ ഗുരുവാണികളിൽ തന്നെ പറഞ്ഞാൽ നീ സത്യം, സത്യം തന്നെയാണ്, അല്ലാതെ സത്യദർശിയല്ല. ഇപ്പൊ ഇവിടെ സത്യത്തെ ദർശിച്ചു, അത് സാംശീകരിക്കപ്പെട്ടപ്പോൾ സാക്ഷാൽ സത്യമായി തന്നെ തീർന്നു. സത്യദർശിയായ ഗുരുവിനെ ആരാധിക്കുന്നവരായ നമുക്ക് ഗുരുവിൻ്റെ ആ സത്യ ദർശനത്തിലൂന്നിയുള്ള കാഴ്ചപ്പാടുകളെ, വാക്കുകളെ, പ്രവൃത്തികളെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം. സാധാരണ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളിൽ ഊന്നി നിന്നുകൊണ്ടാകരുത്, ആ കണ്ണുകളിൽ കൂടെ ആകരുത് ഗുരുവിനെ വീക്ഷിക്കുവാൻ. അങ്ങനെയാണ് നാം ഗുരുവിനെ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് മറ്റു പലതിനോടും താരതമ്യപ്പെടുത്തി ഗുരുവിനെ അവതരിപ്പിക്കാനാണ് ഇന്നും നമുക്ക് വ്യഗ്രത. ഗുരുവിനെ ഗുരുവായി കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര കണ്ടേ ഗുരുവിനെ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന ആരെങ്കിലും ഗുരുവിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവർ ഗുരുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, ഇന്ന 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 പ്രവാചകന്മാരോടും ഗുരുക്കന്മാരോടും ആചാര്യന്മാരോടും തുലനം ചെയ്തുകൊണ്ട് ഗുരുവിനെ അവതരിപ്പിക്കുന്നു. നാം കാണുന്നത് നേരാം വഴി കാട്ടിയ ഗുരുവായിട്ടാണ്. ഏതിൻ്റെയും നിജസ്ഥിതി അത് അറിഞ്ഞു വെളിപ്പെടുത്തിയ സാക്ഷാൽ ഗുരുവായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകളെ പ്രമാണമാക്കി കാണുവാൻ നമ്മൾ തയ്യാറാകണം. ഗുരുവാണികൾ, മൊത്തത്തിൽ പറഞ്ഞാൽ ഗുരുദർശനം എന്നത് എല്ലാ ദർശനങ്ങളുടെയും സമന്വയമാണ്. ഈ ലോകത്ത് സത്യം ഒന്നേ ഉള്ളൂ. അതിനെ കാണുന്നവർ, അവർ പറയുന്നതെല്ലാം
ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ അവതരിപ്പിക്കുന്ന ശൈലിയിൽ വ്യത്യാസം കാണും, ഭാഷയിൽ വ്യത്യാസം കാണും എന്ന് മാത്രമേ ഉള്ളൂ. നാനാതരത്തിൽ പറഞ്ഞ് ശബ്ദജാലം മഹാരണ്യം ചിത്ത വിഭ്രമ ഹേതുവെന്ന് ആചാര്യപാദർ പറഞ്ഞതുപോലെ ആകപ്പാടെ ഈ വൈദിക സാഹിത്യത്തിൻ്റെ ആധിക്യം നിമിത്തം സാമാന്യ ബുദ്ധികൾക്ക് അതിലൂടെ വ്യാപരിക്കുവാനും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവിടെ ഇതാ എല്ലാം നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ ഗുരു തന്നെ മൊഴിയുന്നത് പോലെ എളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തിയായി അവിടുന്ന് നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു. അവിടുന്ന് ആദിമഹസ്സിലേക്കുള്ള നേരാം വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വീണ്ടും നാം ഓർക്കുന്നു. ഇത് മനുഷ്യരെ മാത്രം ബന്ധിക്കുന്ന കാര്യമാണ്. മതമെന്നതും സമുദായമെന്നതും ദർശനമെന്നതും വിശ്വാസമെന്നതുമൊക്കെ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ജന്തുജാലങ്ങൾക്ക് പരിമിതമായ ആ ജന്തുധർമ്മം മാത്രമേ ഉള്ളൂ. ശാരീരികമായ പരിമിത ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അവനൊരു ആന്തരിക ലോകമുണ്ട്. അതിന് അതിരില്ല തന്നെ. ഭൗതികവാദിയാണെങ്കിലും നിരീശ്വരനാണെങ്കിലും അവനും അവൻ്റെതായ കാഴ്ചപ്പാടുകളിൽ കൂടെ ബൗദ്ധികമായി പറക്കുകയാണ്. അവൻ അതിന് പറയുന്നത് യുക്തി എന്നാണ്. യുക്തിയിലൂടെ തന്നെയാണ് സിദ്ധപുരുഷന്മാർ ഈശ്വരനെ കാണുന്നതും ഈശ്വരീയത പ്രദർശിപ്പിക്കുന്നതും. അടിസ്ഥാനപരമായി രണ്ടും യുക്തിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവിന് ഇതിലൊന്നും ഭേദം കാണാൻ കഴിഞ്ഞില്ല. മനുഷ്യനാണോ? അവൻ്റെ കാഴ്ചപ്പാട് വികലമായാൽ ആ കാഴ്ചപ്പാട് മാറി വരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സമയം അങ്ങനെയൊരു വിവേകം അവരിലേക്ക് വരാതിരിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ 60-ന് ആർക്കും ഓതിടണം എന്ന് അവിടുന്ന് അരുളുകയുണ്ടായി. മനുഷ്യനാണ് പ്രധാനം. ആ മനുഷ്യന് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ മനുഷ്യൻ ഒരു സംഘടിത ജീവിയാണ്, ഒരു സമൂഹ ജീവിയാണ്. അത് ആധുനിക കാലത്തല്ല രൂപപ്പെട്ടു വന്നത്. പ്രാദേശിക അടിസ്ഥാനത്തിൽ, വർഗ അടിസ്ഥാനത്തിൽ, കൂട്ടം കൂട്ടമായി കാലങ്ങളായി അവർ പുലർന്നു പോന്നു. മതങ്ങളുടെ ആവിർഭാവത്തോടെ ഈ വർഗത്തിൻ്റെ ആ തോട് ഒരു പരിധി വരെ ഭേദിക്കപ്പെടുകയുണ്ടായി. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ
പല വർഗങ്ങളിലുള്ളവർ, പല വർണ്ണങ്ങളിലുള്ളവർ, പല ദേശങ്ങളിലും ഭാഷകളിലും ഒക്കെ വൈവിധ്യം പുലർത്തുന്നവർ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒന്നായി തീരുകയുണ്ടായി. പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾക്കെല്ലാം എല്ലാ ദേശങ്ങളിലും തന്നെ അനുയായികൾ ഉണ്ടായപ്പോൾ ആ ഒരൊറ്റ മതാനുയായികൾ എന്ന നിലയിൽ അവർക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ടാവുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു നന്മയുണ്ടായി. അല്ലായിരുന്നു എങ്കിൽ ഈ ഭാഷയുടെ പേരിലും ഈ വർഗത്തിൻ്റെ പേരിലും ഒക്കെയായി മനുഷ്യൻ വേർതിരിഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ സമുദായം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചത് എന്താവാം? അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ചിന്തിച്ച് നമുക്കിനിയും ഒരാശയം രൂപപ്പെട്ട് വരേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒന്നുണ്ട്, ഉറങ്ങിയ അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു സമൂഹം സമുദായമാവില്ല. അങ്ങനെയൊരു സമൂഹത്തെ സമുദായമായി കാണാനും സാധിക്കില്ല. സമുദായം എന്ന് പറയുമ്പോൾ അത് സമുദയം ചെയ്യപ്പെട്ടതായിരിക്കണം. ഉദയം അത് സമുദയമാകുന്നു. നോക്കൂ, ഉദയത്തോടെ ഉണരുകയാണ്, എല്ലാം സജീവമാവുകയാണ്, എല്ലാം കർമ്മ നിരതരാവുകയാണ്. അപ്പൊ ആ രീതിയിൽ സ്വധർമ്മത്തിൽ ഉണർന്ന് ഏതൊരു സമൂഹം ആലസ്യം വെടിഞ്ഞ് കർമ്മനിരതരായിരിക്കുന്നു, ഏതവസ്ഥയിലും ആ ലക്ഷ്യബോധം കൈവിടാതിരിക്കുന്നു, അങ്ങനെയൊരു ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്, അഥവാ ജീവിതം നയിക്കുന്നവരാണ് സമുദായ ജീവികൾ. അപ്പോൾ ഇവിടെ ധർമ്മപരിപാലനം എന്ന ആ സങ്കല്പത്തിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പലവട്ടം ചിന്തിച്ചതാണ്. ധർമ്മ പരിപാലനം, ധർമ്മമുണ്ട്, അതിനെ പരിപാലിക്കുക, അതിനെ യഥാവിധി നിർവഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അതാണ് പരിപാലനം എന്ന് പറയുന്നത്. ധർമ്മമുണ്ടെങ്കിലും അതിനെ അറിയുന്നില്ല, ഇനി അഥവാ അറിയാമെങ്കിലും അതിനെ അവഗണിക്കുന്നു. അത് പരിപാലനമല്ല. പരിപാലനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികതയാണ്. അവിടെ സമുദായ സങ്കല്പം ഭംഗിയായി പ്രതിഫലിക്കുന്നുണ്ട്. ഇതൊരു സമുദായമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ധർമ്മ പരിപാലനം എന്ന നാമം ഈ പ്രസ്ഥാനത്തിന് കൈവന്നത് എന്നോർക്കുക. ഇതൊക്കെ ഉദ്ഘോഷിക്കാനും ഉദ്ഗാനം ചെയ്യാനുള്ളതുമല്ല, പിന്നെയോ അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. ഒരിക്കൽ
നടരാജഗുരു രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗുരുവാണിയുണ്ട്. നമ്മൾ ഒരിക്കലത് ചർച്ച ചെയ്തതാണ്. ഒരു സമൂഹം സ്വീകരിക്കുന്ന തത്വചിന്തയോ സിദ്ധാന്തമോ ഏതുമായിക്കൊള്ളട്ടെ, മനുഷ്യ നന്മയ്ക്കായി അവർ അതിനെ സജീവമാക്കണം. എത്ര നല്ല ആദർശം! ഒരു സമൂഹം സ്വീകരിക്കുന്ന തത്വചിന്തയോ സിദ്ധാന്തമോ അത് ഏതുമായിക്കൊള്ളട്ടെ, അത് ഇന്നതാകണമെന്ന് പറയുന്നില്ല, ഏതുമായിക്കൊള്ളട്ടെ, മനുഷ്യ നന്മയ്ക്കായി. അവിടെയാണ് അതിൻ്റെ മർമ്മം. എന്ന് പറഞ്ഞാൽ മനുഷ്യ നന്മയ്ക്ക് നിരക്കാത്ത ഒരു സിദ്ധാന്തവും ഒരു ദർശനവും സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, അത് വർജിക്കപ്പെടേണ്ടതുമാണ്. ഇപ്പം മതങ്ങൾ പലതുണ്ടായി എന്നതുകൊണ്ടായില്ല. അത് മതമാകണമെങ്കിൽ അത് മനുഷ്യ നന്മയ്ക്കായി നിലകൊള്ളണം. അതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഗുരു നൽകുന്നത്. മനുഷ്യൻ നന്നായാൽ മതി. ഇതിൻ്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താവുന്ന മാർഗമായി നിലകൊള്ളുമ്പോൾ മാത്രമേ ഒന്ന് മതമായി തീരുകയുള്ളൂ. നന്നാകാനുള്ള അഥവാ നന്നാകുന്നതിനുള്ള വഴി തെളിയുന്നില്ലെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപകരിക്കുന്നില്ല എങ്കിൽ അതിനെ മതമെന്ന് പറഞ്ഞുകൂടാ. ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ നന്നാകണം, നന്നായാൽ മതി. മാർഗം ഏതുമായി കൊള്ളട്ടെ, മനുഷ്യൻ നന്നായാൽ ആ കാര്യത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് മതമാണ്. അത് ഒരു സമുദായത്തിൻ്റെ ജീവശാസ്ത്രമത്രേ. ഇതിനെ മതത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ കണ്ടാൽ ആശയക്കുഴപ്പമുണ്ടാകും. ഇത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഒരു തത്വചിന്തകൻ പറയുകയുണ്ടായി. ലോകഗതി സാമാന്യമായി നിരീക്ഷിക്കുന്ന ആരും അത് അംഗീകരിച്ചു പോകും. ഇവിടെ വേണമെങ്കിലൊന്ന് പറയാം, അത് മതമല്ല, മതാഭാസമാണ്. നോക്കൂ, ഗുരു അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അത് മതമല്ല, അത് ശരിയാണ്. നാം കാണുന്ന മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പായിരിക്കാം. പക്ഷേ മതം എന്നത് ആദിമഹസ്സിലേക്കുള്ള നേരാം വഴി കാട്ടിയ ഗുരു ആ മതത്തെ തള്ളിയില്ല. ആ മതം അനാവശ്യമാണെന്ന് പറഞ്ഞില്ല. ഇന്ന മതം മാത്രമേ അതിലേക്ക് നയിക്കൂ എന്ന് പറഞ്ഞില്ല. എല്ലാ മതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്ന് പറഞ്ഞു. ഇത്ര ആർജവമുള്ള ഗുരു ഇതൊരനാവശ്യ കാര്യമായിരുന്നു എങ്കിൽ ജാതിയെ നിരാകരിച്ചതുപോലെ മതത്തെയും നിരാകരിക്കില്ലായിരുന്നുവോ? വേണ്ട എന്ന് പറഞ്ഞത് ജാതി മാത്രമാണ്. വേറെ വലതുകൊണ്ട് കേട്ടോ, അതല്ല, ഇവിടെ ജാതി അരുതെന്ന് പറഞ്ഞത്. മതം അരുതെന്ന് പറഞ്ഞില്ല. അരുതെന്ന് പറഞ്ഞത് മതമല്ല, മതമാണ്.
മതത്തിൻ്റെ ലക്ഷ്യത്തെ, പ്രയോജനത്തെ മനസ്സിലാക്കാത്ത മനുഷ്യർ, അവർ ഇതിലങ്ങ് മതിക്കുകയാണ്. ഗുരുദേവൻ ഒരിക്കൽ അരുളുകയുണ്ടായി, മനസ്സ് വിശാലമാകുമ്പോൾ മാത്രമേ മതത്തിൻ്റെ സാരോപദേശങ്ങളെ ഉൾക്കൊള്ളുവാൻ മനുഷ്യനാവുകയുള്ളൂ. മതമെന്ന് പറയുന്നത് എപ്പോഴും സാരോപദേശമാണ്. ആ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ മനോവികാസം വേണം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മനോവികാസം ഉണ്ടായില്ല എങ്കിലോ മതത്തെ ഒരു അഭിമാനമായിട്ട് കാണും. അവർ മതത്തിൽ അഭിമാനികളായി മാറുകയാണ്. ഒരു പരിധി വരെ വിശ്വാസികൾ എന്ന് പറയാം. നോക്കൂ, ശ്വസിക്കുന്നത് പറഞ്ഞല്ലോ, ജീവിതത്തിന് ജീവശ്വാസം പോലെ ആണ് മതവും നമ്മിൽ ആന്തരികമായി പ്രവർത്തിക്കുന്നത്. ശ്വാസം ശരീരത്തിനെങ്ങനെ ആവശ്യമായിരിക്കുന്നു, അതുപോലെയാണ് അന്തർമണ്ഡലത്തിന് മതം ജീവശ്വാസമോ അതിലുപരിയോ ആയിത്തീരുന്നത്. അത് കെട്ടാലെല്ലാം കെട്ടും. ഇതാണ് യഥാർത്ഥ ആത്മീയത. ഇത് തികച്ചും വ്യക്തിനിഷ്ഠമാണ്. തികച്ചും വ്യക്തിനിഷ്ഠമാണ്. ഈ കേൾക്കുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേൾക്കാനൊക്കില്ല. ഏതൊരുവൻ ഉണർന്നിരിക്കുന്നു, ഏതൊരുവൻ ശ്രദ്ധാലുവായിരിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് സംശീകരിക്കാൻ കഴിയൂ എന്നതുപോലെ മതം എന്നത് അതിൻ്റെ മഹിമയെ അറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, ശരീരം, ഇത് ധർമ്മമനുഷ്ഠിക്കേണ്ടത് ഈ ശരീരം കൊണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം എത്ര കരുതലോടെയാണ്, എത്ര ജാഗ്രതയോടെയാണ് നമ്മൾ പരിപാലിക്കുന്നത്. അപ്പം അതുപോലെ മനസ്സിൻ്റെ ഒരു ആരോഗ്യമുണ്ട്. അതിലേറെ ശരീരപരിപാലനത്തിലും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് അതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തും അതിൻ്റെ ഉത്ഭവം മനസ്സിൽ നിന്നാണ് എങ്കിൽ ആ മനസ്സ് നന്നായാൽ അവൻ്റെ ചിന്ത, വിചാരം നന്നായി, അവൻ്റെ കർമ്മങ്ങൾ നന്നായി. കർമ്മങ്ങളെല്ലാം കൂടി കൂട്ടിവെക്കുമ്പോൾ അത് അവൻ്റെ ജീവിതമായി. അങ്ങനെ ജീവിതവും നന്നായി. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പരം യോജിച്ച് നിൽക്കേണ്ടതാണ്. ആത്മീയവും ഭൗതികവും രണ്ടല്ല എന്ന് ഗുരുദേവൻ മൊഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഭൗതികമായ ഒരു സാഹചര്യത്തിലാണ്, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഭൗതികമായ അഭിവൃദ്ധി ഏത് രംഗത്തും അനിവാര്യമാണ്. ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുവദിച്ചനുഗ്രഹിക്കുമ്പോൾ ഈ ഭൗതിക
പുരോഗതിയുടെ അനിവാര്യത എടുത്തു പറയുന്നുണ്ട്. ഇത് 1907 ഒരുപക്ഷെ അതിനു മുമ്പ് 1904 ശിവഗിരി മഠം സ്ഥാപിക്കുന്ന സമയത്തും അവിടെ അദ്വൈത ജീവിതം എന്ന ഗുരുവിൻ്റെ ഒരു വിജ്ഞാപനം ഇറങ്ങുമ്പോൾ അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഏതാനും വരികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആമുഖകാരൻ പറഞ്ഞതുപോലെ ഒരു സമുദായം എത്ര കണ്ട് ആന്തര സംസ്കാരത്തെ പ്രാപിക്കുന്നു അത്ര കണ്ടാണ് ആ സമുദായത്തിന് സുഖാനുഭവം ഉണ്ടാകുന്നത് എന്ന് ഗുരു പറയുന്നു. ഒരു സമുദായം എത്ര കണ്ട് ആന്തര പരിഷ്കാരത്തെ പ്രാപിക്കുന്നു. ഈ ആന്തര പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് മനുഷ്യന്റെ നന്നാവലെന്ന് പറയുന്നത്. ആന്തര സംസ്കാരം. അത് നേരെ പറഞ്ഞാൽ ഉള്ളിൽ അരുതാത്തതൊന്നും ഇല്ലാതിരിക്കുക, വേണ്ടുന്നതെല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുക. അവിടെ ആന്തര സംസ്കാരം സംഭവിച്ചു. അപ്പം വേണ്ടാത്തതിനെ വർജിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം, വേണ്ടുന്നതിനെ ആർജിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് ആന്തരികമായി സംഭവിക്കേണ്ടതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സെത്തണമെങ്കിൽ അതിന് അതിൻ്റെതായ വഴികളുണ്ട്, അതിൻ്റെതായ സാധനകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ ഇപ്പം ശരീരത്തിന് ഉറക്കം ആവശ്യമാണില്ലെന്ന് ആരെങ്കിലും പറയുമോ? ശരീരത്തിന് ഉറക്കം ആവശ്യമില്ലെന്ന് ആരെങ്കിലും പറയുമോ? ശ്വസനം ആവശ്യമാണ്. അതുപോലെ തന്നെ വ്യായാമം, അങ്ങനെ പല പല കാര്യങ്ങളും, സ്നാനം, എന്തെല്ലാം. അതല്ലാതെ ഒരേ നിലയിൽ ശരീരം ഇരുന്നാൽ അത് മരവിക്കുകയും ചെയ്യും, തളരുകയും ചെയ്യും, അത് നിർജീവമാവുകയും ചെയ്തേക്കാം. ശരീരത്തിൻ്റെ കാര്യത്തിൽ ഈ വക പ്രക്രിയകളെല്ലാം അനിവാര്യമെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന മനസ്സിൻ്റെ കാര്യത്തിൽ, ഒറ്റ വാക്കിൽ അങ്ങനെ അങ്ങ് പറയുകയാണ്, മനസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ളതൊന്നും വേണ്ടേ? അതിനും വേണം അതിൻ്റെതായ വ്യായാമം, അതിന് വേണം അതിൻ്റെതായ ആഹാരം. ഇതിനെയെല്ലാം നമ്മൾ പൊതുവായി മനന വിഷയമായതിനെയെല്ലാം, അഥവാ നന്നാകുന്നതിനുള്ള മാർഗത്തിൻ്റെ അവലംബനങ്ങളെയെല്ലാം ഒന്നാകെ മതം എന്ന് പറയുന്നു. അതുമാത്രമാണ് മതം. അത് ആവശ്യമില്ല എന്നെങ്ങനെ പറയാം? ഇവിടെ വഴിതെറ്റിയത് മറ്റൊരിടത്തുമല്ല. ഈ ആന്തരികമായ ഈ വക സാധനങ്ങളെ മാറ്റിവെച്ചിട്ട് മതം ഒരു അഭിമാനത്തിൻ്റെ വിഷയമായപ്പോൾ, അത് കൂടുതൽ പ്രചരിക്കുക എന്നത് അവരുടെ ഒരു ലക്ഷ്യമായപ്പോൾ, അതിനുപരി ഇത് വളർന്നാൽ മാത്രം പോരാ, മറ്റുള്ളതെല്ലാം തളർന്ന് നാമാവശേഷമാകണം എന്നുകൂടി വന്നപ്പോൾ അതിലൊരു പടിയും കൂടെ കടന്നു. അതിൻ്റെ എല്ലാ ഉന്മൂലനം. ഇവിടെ നോക്കൂ, ഉന്മൂലനം ചെയ്യുമ്പോൾ, ഒരു മതത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ മനുഷ്യ സമൂഹം കൂടിയാണ് ഇല്ലാതാകുന്നത്. എന്നോർത്ത് നോക്കൂ, എന്തൊരബദ്ധമാണ്. മനുഷ്യ നന്മയ്ക്കായി
നിലകൊള്ളേണ്ട യഥാർത്ഥ മതം അത് മനുഷ്യനാശത്തിന് ഉപകരിക്കുക. ഇവിടെയാണ് ഗുരു പറഞ്ഞതിൻ്റെ പ്രസക്തി. മനസ്സ് വിശാലമാകുമ്പോൾ മാത്രമേ മതത്തിൻ്റെ സാരോപദേശങ്ങളെ ഉൾക്കൊള്ളാനാവൂ. മനസ്സ് വിശാലമാകുന്നില്ല. ഇവിടെ മതങ്ങൾ അപര്യാപ്തമായിട്ടല്ല, എന്തെല്ലാം ദോഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണെങ്കിലും മുക്തിക്കുള്ള മാർഗം ഉപദേശിക്കാത്ത ഒറ്റ മതം പോലുമില്ല എന്നാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ വേണ്ടതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട് ആ വേണ്ടുന്നതിന് യുക്തിപൂർവം സ്വീകരിക്കുക. ഗുരു അതാണ് ചെയ്തത്. എല്ലാത്തിൽ നിന്നും എല്ലാത്തിൻ്റെയും ആ നന്മയുടെ വശം ചേർത്തെടുത്ത് അതിനെ ഒന്നായി അവതരിപ്പിക്കുക. അപ്പം അത് എല്ലാവർക്കും സ്വീകാര്യമാകും. മനസ്സിന് വിശാലതയുണ്ടാകുമ്പോൾ അത് ഉണ്ടാകാതെ വരില്ല. നമ്മൾ ഓർക്കണം, ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ടല്ല, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിൽ. അത് പല പല സംഘർഷങ്ങൾക്കും പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഈ പല പാരമ്പര്യ നടപടികളും മാറി വരുന്നു. അല്ലാതെ ഒരു നിമിഷവും കൊണ്ട് സ്വിച്ചിട്ട് ലൈറ്റ് തെളിയുന്നത് പോലെ മാറി വരുന്നതല്ല. ചിലതിനൊക്കെ അതിൻ്റെതായ സാവകാശം തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ശീലിച്ചുറച്ചു പോയ പലതും മാറ്റുവാൻ അതിൻ്റെതായ സാവകാശം. അതൊരു പക്ഷേ അല്പം വിവേകമൊക്കെ ഉള്ളവർക്ക് ഒരു നിമിഷം കൊണ്ടിത് ഉൾക്കൊള്ളാനായി എന്ന് വരികയും സാമാന്യ ജനങ്ങളുടെ മനോനില, പ്രത്യേകിച്ച് ഒരു സമൂഹമായി നിൽക്കുന്നവരുടെ മനോഗതി, ഇതിനെ ഗുരു അവഗണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഗുരു തന്നെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം. അപ്പം അവിടെ എല്ലാവർക്കും പ്രവേശനം കൊടുക്കണമെന്നാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾക്ക് അത് അല്പമൊക്കെ ഉൾക്കൊള്ളാനായി എങ്കിലും അവിടുത്തെ ആ പൊതുസമൂഹത്തിന് അത്ര കണ്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ ഗുരു ചെയ്തത് എന്താണ്? ആ ക്ഷേത്രത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ അവിടം വരെ അവർക്ക് പ്രവേശനം കൊടുക്കുക. അടുത്ത വർഷമാകുമ്പോൾ അടുത്ത അതിൻ്റെ പ്രവേശന വാതുക്കൽ വരെ. അപ്പോൾ സാവകാശം, അകലെയാണെങ്കിലും സമസൃഷ്ടങ്ങളുടെ ആ ദർശനവും സാമീപ്യവും അറിയാതെ തന്നെ മനോഗതിയിൽ മാറ്റമുണ്ടാക്കും. അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ അനന്തമായി നീളുമ്പോൾ ഒരു നിമിഷവും കൊണ്ട് എല്ലാ മാറ്റവും സംഘടിപ്പിക്കണം. ഗുരു എപ്പോഴും ഒരു പ്രായോഗിക മതിയായിരുന്നു. അപ്പോൾ ഇന്ന് പല ചിന്തകന്മാരും ഗുരുവിൻ്റെ ഈ നയത്തെ ഈ ഭീരുത്വമായി അവതരിപ്പിക്കുന്നത് കാണാം. തൻ്റെ ഇടമില്ലായിരുന്നു അത്ര ഗുരുവിന്. അപ്പം നമ്മളതൊന്നും കേട്ട് ക്ഷുഭിതരാകേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ അതിൻ്റെ മറുഭാഗം ചിന്തിക്കുവാൻ നമുക്കൊരു പ്രചോദനമായി തീരുകയാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ. എപ്പോഴും അറിയാനും അറിയിക്കാനും അത് പ്രകാശിപ്പിക്കാനുമുള്ള അവസരമായി വേണം നമ്മൾ ഇതിനെയൊക്കെ കാണുവാൻ. ആശാന്റെ കാലത്ത് അന്നത്തെ നിലയ്ക്ക് ജാതി ചിന്തയും സ്പർദ്ധയുമൊക്കെ എത്ര തീവ്രമായിരുന്നു. ഈ കുപ്രസിദ്ധമായ നായരി ഇഴവ ലഹളയും മറ്റും നടക്കുമ്പോൾ ആ ഇരു സമുദായങ്ങൾക്കിടയിൽ, സാമാന്യ ജനങ്ങൾക്കിടയിൽ, പ്രമാണിമാർക്കിടയിൽ ഐക്യം രൂപപ്പെട്ടെങ്കിലും സാമാന്യ ജനങ്ങൾക്കിടയിൽ അകൽച്ച അത് മാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ കൂടുതൽ സാഹിത്യകാരന്മാരും ഈ അന്നത്തെ
മാധ്യമങ്ങൾ, പത്രങ്ങൾ എന്തെല്ലാം ഗുരുവിനെ പറ്റി എഴുതി പിടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അത് അതിരുവിട്ടു പോയൊന്നുമില്ല. അങ്ങനെ വിമർശിക്കാനുള്ള ആ രീതിയിലൊന്നും ഗുരുവിൻ്റെ പ്രവൃത്തികൾ വന്നിട്ടില്ല എങ്കിൽ പോലും അപൂർവമായി ചില പഴുതുകൾ കിട്ടുമ്പോൾ അതേ ചൊല്ലി വിവാദങ്ങൾ ഇളക്കി വിടുമായിരുന്നു. അവിടെയൊക്കെ ഈ ആശാന്റെ പ്രതികരണം ഇതിൻ്റെ മറുവശം സമർത്ഥമായി അവതരിപ്പിക്കാനുള്ള ആശാന്റെ ആ ഒരു വിവേകത്തെ നമ്മൾ കാണേണ്ടതാണ്, നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അവിടെ അതിനെയെല്ലാം ഖണ്ഡിക്കുക മാത്രമല്ല, യഥാർത്ഥ ഒരു യോഗി ആര്, ഒരു യഥാർത്ഥ ഗുരു ആര്, ഒരു യഥാർത്ഥ മതപരിഷ്കർത്താവാര് എന്നെല്ലാം ഗുരുവിനെ മുൻനിർത്തി സ്ഥാപിക്കുവാൻ, അതിൻ്റെ എല്ലാം ഉത്തമ ദൃഷ്ടാന്തമായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ആശാൻ അതിനെയൊക്കെ കണ്ടത്. അതല്ലാതെ വിമർശകരെ മറുവിമർശനം കൊണ്ട് മലർത്തി അടിക്കുവാനല്ല ശ്രമിച്ചത്. നമ്മൾ അതൊക്കെ മാതൃകയാക്കേണ്ടതാണ്. ആത്മീയതയിൽ അഭിരമിച്ച ആശാനായതുകൊണ്ടാണ് ആശാൻ ആ സമനിലയിൽ നിന്ന് പ്രതികരിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൊണ്ടാണ് എതിരാളികൾ പോലും അനുകൂലികളായി തീർന്നത്. ഒരുപക്ഷെ അറിവ് കുറഞ്ഞ ആളുകൾ നാട്ടിൻപുറങ്ങളിലൊക്കെ അവരൊന്നും അത്രയും വളർന്നവരല്ല. അതുകൊണ്ട് അവർ പ്രകോപിതരാകും. അത് മറ്റുള്ളവരെ ഒന്നുകൂടെ ചൊടിപ്പിക്കും. അപ്പം ആ രീതിയിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ സമുദായത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഉണ്ടാകേണ്ട കാര്യമില്ല. അവനവന്റെ കാര്യത്തിൽ ഉത്തമ ബോധ്യമുള്ളിടത്ത് അത് അറിവ് കുറഞ്ഞ, സ്പർദ്ധയുള്ള, മുൻവിധിയുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അധികരിച്ചാണോ നമ്മൾ ഗുരുവിനെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഗുരുവിനെ അവതരിപ്പിക്കേണ്ടത്? ഒരിക്കലുമായിരുന്നില്ല. അവനവന്റെ ഗുരുവിൽ അവനവന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിലൊന്നുകൂടി അവൻ ഉറയ്ക്കുകയാണ് വേണ്ടത്. ഈ പ്രതിരോധിക്കാനെടുക്കുന്ന ഊർജവും കൂടി ഗുരുഭക്തിയിലേക്ക് തിരിച്ചു വിട്ടിരുന്നു എങ്കിൽ അത് ഗുരു അനുഷ്ഠിച്ചതുപോലെ തന്നെ ഒരു ചെറിയ തപസ്സാകുമായിരുന്നു. നോക്കൂ, എന്തെല്ലാം അബദ്ധജടിലമായ വിശ്വാസങ്ങളും മുൻവിധികളും അനാചാരങ്ങളും നിലനിന്ന കാലത്താണ്. അതിനെല്ലാം രാജാധികാരത്തിൻ്റെ കൂടി പിൻബലം കൂടി ഉണ്ടായിരുന്ന കാലത്താണെന്നും കൂടി ഓർക്കണം. ഇന്നത്തെ പോലെ ജനാധിപത്യമല്ല. ഇന്നാണ് നിയമത്തിൻ്റെ വഴിയേ പോകാം. പഴുതുകൾ ധാരാളമുണ്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല. തിരുവാക്കിന് എതിർവാക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് നോക്കൂ, നാനാലോകാനുരൂപനായിത്തീരുക, രാജസ്ഥാനത്ത് നിന്ന് പോലും ഗുരുവിന് ക്ഷണം ലഭിക്കുക. ഗുരു പോയോ എന്നത് മറ്റൊരു കാര്യം. രാജാധികാരം പോലും ഗുരുവിനെ അന്തരാ പ്രണമിക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഗുരുവിനെ പോലെ ഒഴിവാക്കിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ മാഹാത്മ്യത്തെ ആഹാബഹുലക്ഷം ജനം അംഗീകരിച്ച, അല്ലെങ്കിൽ വലിയൊരു സമുദായത്തിൻ്റെ ഒരു കുലാചാര്യൻ എന്ന നിലയിൽ കൊടുത്ത അംഗീകാരമല്ല, കൊട്ടാരത്തിൽ പോലും അവിടുത്തെ അനുഗ്രഹം എത്തിയിരുന്നു. അത് നന്ദിയോടെ തന്നെ ഇന്നത്തെ തലമുറയും സന്ദർഭവശാൽ ഗുരുവിനെ പറ്റി എഴുതേണ്ടി വരുമ്പോൾ, പ്രസംഗിക്കേണ്ടി വരുമ്പോൾ അനുസ്മരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയിട്ടും
ഗുരുവിനോടുള്ള നന്ദി വിധേയത്വം അവർ പുലർത്തിപ്പോരുന്നു. നോക്കൂ, അന്നത്തെ നിലയ്ക്ക് അവർണ ജാതിയിൽപ്പെട്ട, സാങ്കേതികമായി അങ്ങനെ പറയാം, അവർണ ജാതിയിൽപ്പെട്ട ഗുരുവിനെ ഇങ്ങനെ അംഗീകരിക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നുവോ? ഇവിടെ അനുഭവത്തിൽ അവർക്കത് ബോധ്യപ്പെടുകയാണ്. അവർക്ക് ബോധ്യമായതെങ്ങനെ? അവിടുത്തെ സിദ്ധികൾ അത് നേരിട്ടനുഭവമായി. ഗുരു ഒരിക്കൽ അരുളി, ശുദ്ധിയുള്ളവനോട് ആരും മാറി നിൽക്കാൻ പറയില്ല, പറഞ്ഞാൽ തന്നെ മാറാനും തോന്നില്ല. നോക്കൂ, ഗുരുവിനോട് ഒരിടത്ത് നിന്നും മാറാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ തന്നെ മാറിയുമില്ല. അവിടെ ഗുരു പറയുന്നത്, നാം നമ്മുടെ ധർമ്മങ്ങളെ ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ്. ധർമ്മം അതിനെ ശരിയായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഒന്നിനെയും ഭയപ്പെടേണ്ടതുമില്ല. ആന്തര സംസ്കാരത്തിന്റെ പൂർണ്ണത ഗുരുവിലുണ്ടായിരുന്നു. ആ ആന്തര സംസ്കാരമാണ് ഗുരുവിനെ ഇതുപോലെ നാനാ ലോകാനുരൂപനാക്കിയത്. ആളുകളെ വിഭ്രമിപ്പിക്കുന്ന മായാജാലം കാട്ടിക്കൊണ്ടോ, പിന്നിൽ അണിനിരക്കുന്ന ഭക്തജനത്തിൻ്റെ ഒരു വലിയ സഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ടോ മേടിച്ചെടുത്തതല്ല ഈ അംഗീകാരം. മറിച്ച് ഇങ്ങനെയുള്ള സിദ്ധികളിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു പോവുകയായിരുന്നു ഗുരു. സിദ്ധി അവിടുന്ന് പ്രകടിപ്പിക്കാതിരുന്നില്ലല്ലോ. എത്രയോ സിദ്ധി അവിടുത്തെ പറ്റി നമ്മൾ ഇന്ന് കേൾക്കുന്നു. ഇത് ഗുരു സമക്ഷത്ത് തന്നെ ആരെങ്കിലും ഒന്ന് ഉണർത്തിച്ചാൽ, അങ്ങനെയോ, താനല്ലിതൊന്നും ചെയ്തത് എന്നുള്ള രീതിയിൽ ഗുരു അതിൽ നിന്നൊഴിഞ്ഞു മാറുകയായിരുന്നു. പലപ്പോഴും അതിൻ്റെ ഒന്നും കർത്താവ് താനല്ല എന്നുള്ള രീതിയിൽ ഗുരു ഒഴിയുമായിരുന്നു. എവിടെയാണോ ജനം അതുപോലെ കൂടുന്നത്, ചിലയിടങ്ങളിലൊക്കെ ഗുരുവിനെ വരവേൽക്കുവാൻ അന്നത്തെ നിലയിൽ ആനയും അമ്പാരിയും കൊട്ടും താളവും ഒക്കെയായി, അതുപോലത്തെ അലങ്കരണങ്ങളും ഒക്കെയായി ജനക്കൂട്ടം കാത്തു നിൽക്കുമ്പോൾ അവരുടെ ഒന്നും ദൃഷ്ടിയിൽപ്പെടാതെ ഏത് കർമ്മത്തിനായിട്ടാണോ താൻ വന്നത് ആ കർമ്മം നിശബ്ദമായി നിർവഹിച്ചതിന് ശേഷമായിരിക്കും വരവേൽക്കുവാൻ കാത്തുനിന്ന ആ വലിയൊരു പുരുഷാരം അറിയുക, ഗുരു ഇതിനോടകം വന്നുപോയിരിക്കുന്നു എന്ന്. ഇതായിരുന്നു ഗുരു. എന്നിട്ടും അവിടുത്തെ ആ വ്യക്തിപ്രഭാവം ഇതാ എല്ലാവർക്കും സ്വീകാര്യനായി, ആർക്കും നിരാകരിക്കാൻ പറ്റാത്തവനായി വളർന്നത്. എന്തുകൊണ്ട്? സ്വധർമ്മനിഷ്ഠ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വധർമ്മ നിഷ്ഠ. അപ്പൊ അതാണ് ഗുരു എടുത്തു പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ കേട്ടതുപോലെ എന്താണ് ഒരു സമുദായത്തിന്? മതനിഷ്ഠ വേണം, സദാചാരം വേണം. ഗുരു മൊഴിഞ്ഞത് ഇങ്ങനെയാണ്: ശാരീരികമായും മാനസികമായും ആത്മീയവുമായുമുള്ള സകല ശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്ന് ലഭിക്കുന്നതിൽ ആ സമുദായത്തിൻ്റെ മതനിഷ്ഠയും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ്. നോക്കൂ,
മതനിഷ്ഠ ഗുരു ഊന്നിപ്പറയുകയാണ്. ആ മതനിഷ്ഠയോടൊപ്പം പറയുന്നു സദാചാരം. അത് മതനിഷ്ഠയുണ്ടെങ്കിൽ സദാചാരവും ഉണ്ടാകും. സദാചാരം എന്ന് പറഞ്ഞാൽ അതാണ് ധർമ്മം, ദേശകാലോചിതമായ പ്രവൃത്തി. അത് ഉൽപ്പാദിപ്പിക്കുന്നത് മതനിഷ്ഠയാണ്. എന്ന് പറഞ്ഞാൽ മതം നമ്മെ നയിക്കുന്നത് സദാചാരത്തിലേക്കാണ്, അഥവാ നല്ല ജീവിതത്തിലേക്കാണ്. ഇതാണ് നന്നാകൽ. ഇവിടെ സമുദായത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു സകല ശ്രേയസ്സുകളും എങ്ങനെ ശാരീരികമായും മാനസികമായും. നോക്കൂ, ആത്മീയ ഭൗതിക സമന്വയം. ശാരീരികമായും മാനസികമായും ആത്മീയവുമായുള്ള സകല ശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്നു ലഭിക്കുന്നതിൽ ആ സമുദായത്തിൻ്റെ മതനിഷ്ഠയും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ്. ആ ഗുരുവിനെയാണ് നമ്മൾ മതാതീതനാക്കുന്നത്. അപ്പൊ അവിടെ അറിഞ്ഞുകൊണ്ടാണത് പറയുന്നതെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഗുരുവിന് മതമില്ല എന്ന് ഉള്ള അർത്ഥത്തിൽ പറയുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. പക്ഷെ യഥാർത്ഥത്തിൽ മതനിഷ്ഠയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പരിചയിച്ച മതമല്ല, നമ്മൾ കാണുന്ന മതമല്ല. അത് തുടക്കം മുതൽ പറഞ്ഞതുപോലെ അത് മനുഷ്യനെ നന്നാക്കുന്നതിനുള്ള മാർഗമാണ് മതം. അത് മനസ്സിന്റെ കാര്യമാണ്. അതുള്ളവർക്ക് സദാചാര രഥന്മാരാകാതെ പറ്റില്ല. അതിലേക്ക് അവരെ നയിക്കുകയാണ് മതനിഷ്ഠ. തുറന്നാണ് ഗുരു പറയുന്നത്, ഇവയെ സമുദായത്തിൽ ആകമാനം ഉണ്ടാക്കി തീർക്കുവാൻ മതനിഷ്ഠയും സദാചാരവും സമുദായത്തിലുള്ള എല്ലാവർക്കും ആകമാനം ഉണ്ടാക്കി തീർക്കുവാൻ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും വളരെ ഉപയുക്തമാണെന്ന് കണ്ടുവരുന്നു. അപ്പം നമുക്ക് സന്തോഷമായി. ആരാധനാലയങ്ങളും വേണം, ക്ഷേത്രങ്ങളും വേണം. ശരി, അത് സമ്മതിച്ചു. മതത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും എന്തിനു വേണ്ടി എന്നും കൂടി ഈ കൂട്ടത്തിൽ ചിന്തിച്ചോളൂ. മതനിഷ്ഠയുണ്ടാക്കാത്ത, സദാചാരം ഉളവാക്കാത്ത ക്ഷേത്രങ്ങളൊന്നും ക്ഷേത്രമല്ല, ആരാധനാലയങ്ങളൊന്നും ആരാധനാലയങ്ങളുമല്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മൾ അഭിമാനിക്കുകയാണ്, ഞങ്ങളൊക്കെ ക്ഷേത്രങ്ങൾ പണിയുന്നു, ആരാധനാലയങ്ങൾ പണിയുന്നു, ഉത്സവം നടത്തുന്നു, എന്തെല്ലാം. ഇവിടെയാണ് എന്തിനു വേണ്ടി സ്പഷ്ടമാക്കി ഗുരു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മതബോധവും അതുപോലെ സദാചാരവും മനുഷ്യരിൽ ഉളവാക്കാൻ പ്രയോജനപ്പെടാത്തതിനെ നമ്മൾ ക്ഷേത്രമെന്നേ പറഞ്ഞുകൂടാ. അതുകൊണ്ട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വേണം. ഇപ്പോൾ അത് ധാരാളമുണ്ടല്ലോ. ഉണ്ടേ എങ്കിൽ ഈ ലക്ഷ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ ധർമ്മത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞതുപോലെ പരിപാലനം എന്നുണ്ട്. ലക്ഷ്യത്തിന് നിരക്കുന്ന തരത്തിൽ അതിനെ നിവർത്തിക്കുക, നടത്തിക്കുക. അത് മനോവികാസമുണ്ടെങ്കിൽ മാത്രം. ആ മനോവികാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ മനോവികാസം ഉണ്ടാകുന്നതിന് ഗുരു പറയുന്നത് എന്താണ്? അറിവുണ്ടാവണം. ആ അറിവിൻ്റെ മാർഗത്തിലൂടെയുള്ള നമ്മുടെ ഈ തീർത്ഥാടനം നമുക്ക് തുടരാം. ഈ ധാരയിലേക്ക് എല്ലാവരും കടന്നു വരട്ടെ. അപ്പം നമുക്ക് തന്നെ അറിയാം എത്ര താല്പര്യത്തോടെ, എത്ര ശുഷ്കാന്തിയോടെ, എത്ര ത്യാഗത്തോടെ ഗുരുവിൻ്റെ പേരിലുള്ള ഓരോരോ കർമ്മങ്ങളിലും പരിപാടികളിലും നമ്മൾ സംബന്ധിക്കുന്നു. ഇതിലെത്ര പേർ അറിവിൻ്റെ മാർഗത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിരാശയോടെ
ഒന്ന് നോക്കിക്കാണാം. പ്രിയമുള്ളവരെ, ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. നമ്മുടെ എല്ലാം ആന്തരിക സംസ്കാരമുള്ളവരാക്കി തീർക്കുന്നതിനുള്ള